അപ്പൊ മക്കളെ നാളെ കൃത്യം 7 മണിക്ക് കാണാം. ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ. അയ്യോ, ഇനി എന്തെന്ന് പരിപാടി? ലുലു മാളില് ഓഫർ നടക്കുന്നില്ലേ, നമുക്ക് അവിടെ നിന്ന് പോയാലോ? അല്ല, എന്താ ഇപ്പൊ വാങ്ങാൻ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ വാങ്ങാലോ, ഓഫർ അല്ലേ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തായാലും ചെറിയ പൈസ കിട്ടുമല്ലോ. പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ് ഇപ്പൊ വാങ്ങാൻ പോകുന്നത്. ഈ മാസം നമ്മളിപ്പോ ഓഫർ ഇല്ലായിരുന്നു, ഒരു 30%, 50% ഓഫ് ഉണ്ടല്ലോ. അടുത്ത മാസം ഓഫർ ഇല്ലെങ്കിലോ, ഈ മാസം അങ്ങ് വാങ്ങി വെക്കാലോ. ഇതാണ് പ്രശ്നം. സപ്പോസ് നിനക്കൊരു സോപ്പ് വേണമെന്ന് വിചാരിക്കാം, പക്ഷെ ഓഫർ കിട്ടണമെങ്കിൽ 4 സോപ്പ് എടുക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം വാങ്ങുമല്ലോ. ഒരെണ്ണത്തിന്റെ ആവശ്യം നിനക്ക് അവിടെ ഉള്ളൂ. അപ്പൊ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇപ്പൊ വാങ്ങാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് 4 മാസത്തേക്ക് എടുക്കാമല്ലോ 4 സോപ്പ്. ഇപ്പം അടുത്ത മാസം ഒരു ബെറ്റർ സോപ്പ് അല്ലെങ്കിൽ ബെറ്റർ ഓഫർ, ബെറ്റർ പ്രൈസ്, അപ്പൊ നീ അതെല്ലാം എടുക്ക. നീ പറഞ്ഞ ശരിയാ. ഇപ്പൊ എന്റെ ബെറ്റർ സോപ്പ് സ്റ്റോക്ക് ഉണ്ട്. എന്താ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ഗീവ് അവേ എടുക്കാം അല്ലേ. ഇതിനൊക്കെ ഇനി എങ്ങനെയാ പൈസ കൊടുക്കേണ്ടത്? സാലറി ഒന്നും വന്നില്ലല്ലോ. അതിനല്ലേ ക്രെഡിറ്റ് കാർഡ് EMI ഓപ്ഷനും. അടുത്ത മാസം സാലറി വരുമ്പോ അതിന്ന് കൊടുത്താൽ മതിയല്ലോ. അതാണ് അടുത്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കേ, നീ ഇപ്പൊ ഒരു 50,000 രൂപയ്ക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്. EMI എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. മേ ബി 50ന്റെ സാധനം നമ്മൾ 55-നോ അല്ലെങ്കിൽ 60-നോക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതും നഷ്ടം തന്നെയല്ലേ, നീ എക്സ്ട്രാ പേ ചെയ്യല്ലേ ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല രീതിക്ക് പൈസ കൊടുക്കുന്ന ഏർപ്പാടാണ്. അയ്യോ, ഇതെന്താ ഒരു 599 ഡെബിറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. ഓ, നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ. പക്ഷെ ഇത് ഒരു മാസത്തേക്ക് എടുത്താണല്ലോ, രണ്ടാമത്തെ മാസം വീണ്ടും ഡെബിറ്റഡ് ആവുന്നത്. ഇത് ഇൻസ്റ്റാൾ ആക്കുമ്പോൾ നമ്മൾ ഈ കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി അത് തന്നെ റിന്യൂ ആവും. ഇത് ഓട്ടോ റിന്യൂ ആവേ. നമ്മൾ ഈ ഓട്ടോ പേ ഓഫ് ആക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നീ എത്ര സിനിമ കാണാറുണ്ട്? വല്ലപ്പോഴും വല്ല സിനിമ. ഇപ്പൊ ചൂടോടെ വരുമ്പോ ആദ്യം കാണാന്ന് വെച്ചിട്ടാണ് അത് എടുത്തത്. അപ്പൊ അങ്ങനെ കാണലില്ല. അതാണ് പറയണത്, നമ്മൾ ചിലപ്പം ചെറിയ പൈസക്ക് കണ്ടിട്ട് നേരെ എടുത്ത് ചാടുണ്ടാവും. പക്ഷെ നമുക്കതൊന്നും മേ ബി അത്രയ്ക്ക് ആവശ്യമില്ലാത്തൊരു സാധനമായിരിക്കും. ഇതാണ് ലാറ്റേ ഫാക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് നമ്മൾ മന്ത്ലി ചെറിയ പൈസ ഇല്ല, കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചിലവാക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് മൊത്തത്തിൽ ആഡ് ഓൺ ചെയ്ത് വരുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ടായിരിക്കും നമുക്ക് സാലറി നിന്ന് പോകുന്നുണ്ടായിരിക്കും. അപ്പൊ ഇനി ലുലു മാളിൽ പോകണ്ടല്ലേ? നമുക്ക് സാലറി ഒക്കെ വന്നിട്ട് മെല്ലെ പോകും അല്ലേ? ഓക്കെ.